എൻ്റെ പൊന്നു മക്കളെ, വീട്ടിലും ഇരിക്കാൻ വയ്യ, നാട്ടിലും നിൽക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ചൂട്. അങ്ങനെ നമ്മൾ കരുതി ഞായറാഴ്ചയല്ലേ നമുക്കൊന്നും ബീച്ചിലേക്കൂടെ പോകാമെന്ന് കരുതി നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി കേട്ടോ. അപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട് ബീച്ചിലേക്ക് പോകാനുള്ള കാര്യം. നമ്മളെ വീട്ടിൽ ഗണപതി വിഗ്രഹം കൈ പൊട്ടി മാറിയിരുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിൽ വെച്ചുകൂടെന്നല്ലേ പറയുന്നത്, ഒഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ കടലിലോ ആണ് ഒഴുക്കാനുള്ളത്. അങ്ങനെ നമ്മൾ നേരെ അതും കൂടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ആ സമയം വരെ നമ്മൾ ഒഴുക്കാൻ പോയ സമയം വരെ ചെറിയ ചെറിയ തിരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഒഴുക്കാൻ കയറിയ സമയത്ത് വലിയൊരു തിര വന്ന് നമ്മളെ പുറം മൊത്തം നനച്ച് ചെവിയിലൊക്കെ വെള്ളം കയറി ആകെ സീനായി കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ നമ്മളൊരു തട്ടുകടയിൽ പോയി കേട്ടോ. തട്ടുകടയിൽ പോയി തട്ട് ദോശയൊക്കെ കഴിച്ച് അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ വെച്ചൊരു സാധനം കിട്ടി. എന്തെന്ന് വെച്ചാൽ കണവനാക്ക. എനിക്ക് അറിഞ്ഞൂടെ ഇരുന്ന് ചേട്ടനാണ് പറഞ്ഞത് കണവനാക്കണമെന്ന്. അപ്പോൾ ഞാൻ കരുതി അതിൻ്റെ വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ വന്നത് കാണിച്ചു തരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണവനാക്കെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ലവ് ബേഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു തീറ്റയെന്നാണ് പറയുന്നത്. ഇതിൽ നല്ല കാൽസ്യം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്.